കഴിഞ്ഞ മാസം, അതായത് ജൂൺ 28-ന് ഞാനും ഓഫീസിലെ കുറച്ച് ഫ്രണ്ട്സുമായി കൊച്ചി, വാഗമൺ, ഇരവിഴ, പൂഞ്ചിറ എന്നീ പ്രധാന ടൂറിസ്റ്റ് ഏരിയയിലേക്ക് ഒരു യാത്ര പോയി. വളരെ രസകരവും മനോഹരവുമായിരുന്നു ആ യാത്ര. ശനിയാഴ്ച ഉച്ചയ്ക്ക് തിരിച്ച് ഞായർ രാത്രിയിൽ കോഴിക്കോട് തിരികെ എത്തണം എന്ന നിർബന്ധത്തോടെയായിരുന്നു ആ യാത്ര. കാരണം ഞങ്ങൾക്ക് പലർക്കും തിങ്കൾ ജോലിയിലേക്ക് തിരിച്ചു കയറാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് 1:30 കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ജനശതാബ്ദിയായിരുന്നു ഞങ്ങളുടെ വണ്ടി. സാമാന്യം കോഴിക്കോട് വെച്ച് തന്നെ ട്രെയിൻ ഫുള്ളായി. കോഴിക്കോട് ജോലി ചെയ്യുന്ന പുറത്തു നിന്നുള്ളവർ ധാരാളമുണ്ടല്ലോ. നാളെ ഞായറായതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോകുന്നവർ ആയിരിക്കും. ഞങ്ങൾക്ക് അനുവദിച്ച സീറ്റിൽ ഇരുന്നു. ഞാൻ ഉൾപ്പെടെ 5 പേരാണ് യാത്രയിൽ. കോഴിക്കോട് പിന്നിട്ട് ട്രെയിൻ നീങ്ങി. പ്രകൃതിയുടെ പല ഭാവങ്ങളും കാണാൻ കഴിയുന്ന റെയിൽവേ റൂട്ടാണല്ലോ കോഴിക്കോട് ഷൊർണൂർ റൂട്ട്. കടലും പുഴയും വയലും താമരക്കായലും മലകളും അങ്ങനെ നിരവധി പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഞങ്ങൾ കൊച്ചിയിലേക്കായിരുന്നു ആദ്യം യാത്ര പ്ലാൻ ചെയ്തത്. അത് പിന്നീട് വാഗമണ്ണിലേക്കും ഇലവിഴ പൂഞ്ചിറയിലേക്കും നീളുകയായിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് കൂടിയാണ് ഇപ്പോൾ യാത്ര. എൻ്റെ കൂടെയുള്ളവർ ഫസീല, ദിവ്യ, നീതി, ആര്യ എന്നിവരാണ്. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. യാത്രകൾ ആസ്വദിക്കാൻ ഇതിൽ പരം മറ്റൊന്നും വേണ്ടല്ലോ. ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കലാപരിപാടികൾ നടക്കുന്നുണ്ട്. സൗന്ദര്യമാണല്ലോ സ്ത്രീക്ക് പൊന്ന്. ട്രെയിൻ വേഗത കൂടി വരുന്നു. ഞങ്ങൾ ഷൊർണൂരിനോട് അടുക്കുന്നു. സമയം 2:56. വരണ്ടു കിടക്കുമ്പോഴും വെള്ളത്താൽ ചുറ്റുകിടക്കുമ്പോഴും പ്രത്യേക സൗന്ദര്യമാണ് നിലയ്ക്ക്. എൻ്റെ കൂടെയുള്ളവരും അത്രത്തോളം ആകാംക്ഷയിലാണ്. കാരണം ഞങ്ങൾ ഒരുപാട് നാളുകളായി ഒരുമിച്ച് യാത്ര പോകണം എന്ന തീരുമാനത്തിലായിരുന്നു. ഒരുമിച്ചുള്ള അവധിയും മറ്റ് ബുദ്ധിമുട്ടുകളും കാരണം അത് നീണ്ടുപോയി. വണ്ടി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. മൂന്ന് 30 ട്രെയിൻ വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു. കൊച്ചിയിൽ ശരിക്കും ഞങ്ങൾക്ക് കാഴ്ചകളില്ല. മെട്രോയിൽ കയറണം. പിന്നെ തൃപ്പൂണിത്തുറയിലുള്ള ഞങ്ങളുടെ കൂടെയുള്ള ആര്യയുടെ വീട്ടിൽ താമസിച്ചതിന് ശേഷം പിറ്റേന്ന് ഞായറാഴ്ചയാണ് ഞങ്ങളുടെ ശരിക്കും യാത്ര തുടങ്ങുന്നത്. അതിനായി കൊച്ചി പേട്ടയിലേക്ക് ആര്യയുടെ പപ്പ ജോളി അഥവാ ജോളിച്ചായൻ കാറുമായി വരും. അങ്ങനെ ഞങ്ങൾ ആലുവ പാലവും കടന്ന് എറണാകുളം ലക്ഷ്യമായി കുതിക്കുകയാണ്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് കാണാൻ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്തുന്നത് രാത്രി ആയതിനാൽ ആ സ്വപ്നം ഫലിച്ചില്ല. അങ്ങനെ എറണാകുളം ജംഗ്ഷനിൽ ഞങ്ങൾ ഇറങ്ങി. ഇനിയൊന്ന് ചെറുതായി ഫ്രഷ് ആകണം, ചായ കുടിക്കണം. എറണാകുളം സൗത്ത് മെട്രോ സ്റ്റേഷനിലെ അടുത്തു തന്നെ ധാരാളം ഹോട്ടലുകളുണ്ട്. അതിൽ ഒന്നിനെ ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ യാത്ര. അങ്ങനെ സൗത്ത് മെട്രോയുടെ മുൻവശത്തുള്ള ഒരു ഹോട്ടലിൽ കയറി. ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പേട്ട സ്റ്റേഷനിലേക്ക് പോകേണ്ടത്. നല്ല അടിപൊളി ചൂട് വെള്ളപ്പവും ചിക്കൻ കറിയും പറഞ്ഞു. എല്ലാവരും കഴിച്ചു. യാത്രയുടെ ക്ഷീണമെല്ലാം ആ ഹോട്ടലിൽ ഇറക്കി വെച്ച് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. എൻ്റെ കൂടെയുള്ളവരിൽ ചിലർ മെട്രോയിൽ ഇതുവരെ കയറാത്തവരാണ്. അതിൻ്റെ എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്കുണ്ട്. എക്സലേറ്റർ വഴി പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഞങ്ങളുടെ എതിർദിശയിലേക്ക് മെട്രോ പോകുന്നുണ്ട്. അല്പസമയത്തിനകം ഞങ്ങളുടെ മെട്രോയും മുന്നിലെത്തി. സമയം 7 മണിയായി. മെട്രോയിലും അത്യാവശ്യം തിരക്കുണ്ട്. ജോലി കഴിഞ്ഞ് വരുന്നവരും പോകുന്നവരും സഞ്ചരിക്കുന്ന സമയമാണല്ലോ. മെട്രോയിൽ മുമ്പ് പലതവണ കയറിയിട്ടുണ്ടെങ്കിലും ദൃശ്യങ്ങൾ പകർത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ വിഷമങ്ങളെല്ലാം മാറ്റി
ആവശ്യമുള്ള ദൃശ്യങ്ങളെല്ലാം പകർത്തി. അപ്പോഴേക്കും പേട്ട സ്റ്റേഷനിൽ മെട്രോ എത്തി. ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ഇത്തവണ പടികൾ കടന്നാണ് താഴേക്ക് ഇറങ്ങിയത്. ഭീമാകാരമായ പടിക്കെട്ടുകളാണ്. പേട്ട സ്റ്റേഷനിൽ യാത്രക്കാർ കുറവാണ്. കയ്യിലുള്ള ടിക്കറ്റ് മെഷീനിൽ കാണിച്ചു ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിന്നും പുറത്തു കടന്നു. പുറത്ത് ജോളിച്ചായൻ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. 7:20 ആയപ്പോഴേക്കും ഞങ്ങൾ പുറത്തു കടന്നു. ഇതാണ് ജോളിച്ചായൻ. ഞങ്ങൾ വണ്ടിയിൽ കയറി. എല്ലാവർക്കും സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു വാഹനം. ജോളിച്ചായന്റെ കൂടെ 2 പേര് കൂടെ വന്നിട്ടുണ്ട്. ആര്യയുടെ മക്കളാണ്, കാത്തുവും കണ്ണനും. അങ്ങനെ ആര്യയുടെ വീട്ടിലെത്തി. ചെന്ന ഉടനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വീട്ടിലെ ചെടികളാണ്. പലവിധ പൂക്കളും ചെടികളും ഔഷധങ്ങളും പൂത്തുലഞ്ഞു നിൽക്കുന്നു. നീതിക്കും ഫസീലക്കും ഇന്നത്തേക്കുള്ളതായി. കാത്തുവും കണ്ണനും അവരുടെ കൂടെ കൂടി. അങ്ങനെ ഇരുന്നപ്പോഴേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും കലശമായ വിശപ്പ് തുടങ്ങി. ട്രെയിൻ ഇറങ്ങി മെട്രോ സ്റ്റേഷൻ അടുത്തുള്ള ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതാണ്. അങ്ങനെ ഞങ്ങൾ കോലഞ്ചേരിയിലുള്ള തങ്കൂസ് തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഞങ്ങൾ ഭക്ഷണം ഓർഡർ ചെയ്തു. ആര്യയുടെ മമ്മയും കൂടെയുണ്ട്. പൊറോട്ട, കപ്പ ബിരിയാണി, ചപ്പാത്തി, ബോട്ടി, ചിക്കൻ 65 അങ്ങനെ വിശാലമായ അത്താഴം കഴിച്ചു. ഞാൻ പെട്ടെന്ന് പുറത്തിറങ്ങി. നമുക്കും കാഴ്ചകളും പകർത്തണമല്ലോ. തട്ടുകടയിലെ ചില ദൃശ്യങ്ങൾ പകർത്തി. അപ്പോഴേക്കും ലൈവ് ദോശ ചുടുന്നത് കാണാനിടയായി. ഞാൻ കുറച്ചു സമയം അത് പകർത്തി. നല്ല ഒരു ദൃശ്യമായി എനിക്ക് തോന്നി. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ജീവനക്കാരൻ മറിച്ചിടുന്നു. അടിഭാഗം തവിട്ട് കളറിൽ ആയിട്ടുണ്ട്. അങ്ങനെ അവരെ ഒരു പ്ലേറ്റിലേക്ക് ചൂടോടെ മാറ്റി. അതിലും രസകരമായ മറ്റൊരു ദൃശ്യം കൂടെ എൻ്റെ ക്യാമറയ്ക്ക് മിഴിവേകി. അത് മലബാർ ഏരിയയിൽ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ എന്നും അറിയില്ല. കാടമുട്ട കൊണ്ട് ബുൾസൈ ഉണ്ടാക്കുകയാണ്. കയ്യിലെ കാടമുട്ടകൾ ഒരു താളത്തിൽ ചൂടുകല്ലിലേക്ക് പൊട്ടിച്ച് ഇടുകയാണ്. കോഴിമുട്ട പോലെ ഒന്നല്ല, 8 എണ്ണം. ഞാൻ അതും ഭംഗിയായി പകർത്തി. ഭക്ഷണശേഷം കോലഞ്ചേരിയിൽ നിന്നും ഞങ്ങൾ യാത്ര തിരികെ ആര്യയുടെ വീട്ടിലെത്തി. ഞങ്ങളുടെ കൂടെയുള്ള നീതി സ്വല്പം സംഗീതം വശമുള്ള ആളാണ്. ജോളിച്ചായനും പാടും. എങ്കിൽ പിന്നെ 2 പേരും പാടാം എന്നായി. ഉറങ്ങുന്ന മുമ്പ് കുറച്ച് പാട്ടാകാം എന്ന് ഞാനും കരുതി. നീതി പാടാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം ജോളിച്ചായനും ഒരു കൈ നോക്കി. കുറച്ചു സമയത്തെ ഗാനസദ്യക്ക് ശേഷം ഞങ്ങൾ ഉറങ്ങാൻ പോകാം എന്ന് തീരുമാനിച്ചു. നാളെ 7 മണിക്ക് റെഡിയാകണം. ഒരുപാട് കാഴ്ചകളുണ്ട്. കുറഞ്ഞ സമയത്തിൽ കണ്ടു തീർക്കേണ്ടതുമുണ്ട്. അങ്ങനെ ആ യാത്രയെ മനസ്സിൽ വാഴിച്ച് ഞാൻ ഉറങ്ങി.
നമ്മളിപ്പോൾ ആര്യയുടെ വീട്ടിലാണ്. ഒറ്റ ദിവസത്തെ അവധിയിൽ വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും കൊച്ചി മെട്രോയും എല്ലാം കാണാൻ കോഴിക്കോട് നിന്ന് ഇന്നലെ ഉച്ചയ്ക്ക് യാത്ര തിരിച്ച് മെട്രോയും കണ്ട് കോലഞ്ചേരിയിലെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണവും കഴിച്ചു കുറച്ച് പാട്ടും കേട്ട് ഉറങ്ങിയതാണ്. കാലത്ത് 7 മണിക്ക് തന്നെ റെഡിയായി. ഇന്ന് ഞങ്ങൾ വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും കാണാൻ ഇറങ്ങിയതാണ്. പെട്ടെന്ന് തന്നെ കാഴ്ചകളിലേക്ക് പോകണം. കാരണം ഞങ്ങൾ തിരികെ കോഴിക്കോട്ടേക്ക് പോകുന്നത് ഇന്ന് KSRTC ബസ്സിലാണ്. 4 മണിക്കാണ് ബസ്. അതിനു മുമ്പ് കാഴ്ചകൾ പരമാവധി കാണേണ്ടതുണ്ട്. ആര്യയുടെ മമ്മിയും പപ്പയും കാത്തുവും കണ്ണനുമടക്കം ഞങ്ങൾ 9 പേരാണ്. വാഗമണ്ണിലേക്കാണെങ്കിലും ഞങ്ങൾ ഇന്ന് ആദ്യം പോകുന്നത് ഒരു പള്ളിയിലേക്കാണ്. ഞായറാണ്. കോലഞ്ചേരി ഉണരുന്നയുള്ളൂ. സമയം 7:15 ആകുന്നു. നമ്മൾ പോകുന്ന ഈ പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടെയാണ്. കഥകളിലും സിനിമയിലും സീരിയലുകളിലും നമ്മുടെയൊക്കെ ബാല്യം ഒട്ടേറെ കോരിത്തെരിപ്പിച്ച കടമറ്റത്ത് കത്തനാറിന്റെ കടമറ്റം പള്ളിയിലേക്ക്. നേരത്തെ തന്നെ കടമറ്റം പള്ളി നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഇതാണ് കടമറ്റം പള്ളി. മഹാമാന്ത്രികനായ കടമറ്റത്ത് കത്തനാർ എന്ന പൗലൂസച്ചൻ ജനിച്ചു വളർന്ന് അദ്ദേഹത്തിന്റെ മന്ത്രവിദ്യയാൽ ലോകം അറിയപ്പെട്ട കടമറ്റം പള്ളി. നിരവധി പടിക്കെട്ടുകളാണ് ആദ്യം നമ്മുടെ കാഴ്ചയിലേക്ക് വരിക. ജോളിച്ചയൻ കാർ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്തു. നമ്മൾ പള്ളിയിലേക്ക് കടന്ന ആ വഴിയുടെ ദൃശ്യം ആദ്യം പകർത്തി. ചെറുതും വലുതുമായ ചാപ്പലുകളും ചർച്ചുകളും ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ കടമറ്റം പള്ളിയോട് ചേർന്നുണ്ട്. ഞാൻ അവിടെയെല്ലാം ചുറ്റി. പ്രധാന പള്ളിയിലേക്ക് കടന്നു. ഞായറായതുകൊണ്ട് പള്ളിയിൽ കുർബാനയുണ്ട്. വിശ്വാസികൾ എത്തുന്ന സമയം ആയിട്ടുള്ളൂ. 7:30 ആകുന്നു. ഞാൻ പ്രധാന പള്ളിയുടെ ഒരു ക്ലോസും ഒരു വൈഡും എടുത്തു. ഇത് വഴിപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കെട്ടിടമാണ്. വഴിപാട് കൗണ്ടറുമുണ്ട്. പുറമേ കാണുന്നതിലും അതിമനോഹരമാണ് പള്ളിയുടെ അൾത്താര. അതിനനുസരിച്ച് ലൈറ്റിങ്ങും. നൂറ്റാണ്ടുകൾക്കപ്പുറമാണ് കടമറ്റം പള്ളി നിർമ്മിച്ചത് എന്ന് ഓർക്കണം. എല്ലായിടത്തും വാസ്തുവിദ്യയുടെ ഒരു അത്ഭുതം തന്നെ തീർത്തിട്ടുണ്ട്. ഞാൻ ആൾത്താരിൽ നിന്നും പുറത്തു കടന്നു. ജോളിച്ചായനും സംഘവും കാണുന്നില്ല. അവർ പള്ളിയുടെ മറ്റേതോ ഭാഗത്താണ്. വിശ്വാസികൾ മെഴുകുതിരികൾ കത്തിക്കുന്ന ഇടം. തിരികൾ കത്തുന്നുണ്ട്. പള്ളിയുടെ ഒരു സൈഡിൽ നിന്നും കുറച്ച് കൂടെ വ്യക്തമായി ദൃശ്യങ്ങൾ ഞാൻ പകർത്തി. നമ്മുടെ മലയാളികൾക്ക് കത്തനാറിന്റെ മുഖം എന്ന് പറഞ്ഞാൽ പ്രകാശ് പോളാണ്. 2004 TS സജി സംവിധാനം ചെയ്ത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത കടമറ്റത്ത് കത്തനാറിലൂടെയായിരുന്നു നമ്മളിൽ പലർക്കും കത്തനാറിന്റെ ജീവിതകഥ അറിയുന്നത്. അതിനു മുമ്പേ 1984 പ്രൈം മിനിസ്റ്റർ കടമറ്റത്ത് കത്തനാറായി കടമറ്റത്തച്ഛൻ എന്ന സിനിമ വന്നിരുന്നു. അതിലും വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കത്തനാറെ കുറിച്ച് പറയുന്നുണ്ട്. കടമറ്റം പള്ളിയിൽ എല്ലാ ദിവസവും കഞ്ഞി വിതരണമുണ്ട്. രാവിലെ തന്നെ കലവറയിൽ അതിന്റെ ഒരുക്കങ്ങൾ നടത്തുകയാണ് ഇദ്ദേഹം. കടമറ്റം പള്ളിക്ക് 1200-ൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത്. ഇന്ന് പള്ളി നവീകരണ ഘട്ടത്തിലാണ്.
വിശ്വാസികളുടെ അടുത്തു നിന്ന് സംഭാവന ചോദിച്ചുള്ള ബോർഡുകൾ പള്ളിയുടെ ചില ഭാഗങ്ങളിൽ ഉണ്ട്. കടമറ്റം പള്ളിയുടെ താഴെ പോയോടം പള്ളി എന്ന മറ്റൊരു പള്ളിയുണ്ട്. കുറച്ച് ഇറക്കമിറങ്ങിയുള്ള റോഡിലൂടെ ഞാൻ ആ പള്ളി കാണാനിറങ്ങി. കടമറ്റം പള്ളിയിൽ നമ്മൾ കണ്ട പോലെയല്ല, ഇവിടെ നിരവധി ആളുകൾ കുർബാനയ്ക്കായി എത്തിയിട്ടുണ്ട്. കടമറ്റത്ത് കത്തനാർ എങ്ങനെ മരിച്ചു എന്ന് ചരിത്രരേഖകളിലില്ല. അദ്ദേഹം ഒരു കിണറിലെ ഗുഹയിൽ കയറി അപ്രത്യക്ഷനായി എന്നാണ് മറ്റൊരു ഐതിഹ്യം. ഞാൻ ആ കിണർ കാണാൻ പോയോടം പള്ളിയുടെ പിൻവശത്തെത്തി. അപ്പോഴും പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കടമറ്റത്ത് കത്തനാർ ആരായിരുന്നു? കേരളത്തിൽ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മാന്ത്രിക വൈദികനായിരുന്നു പൗലോസ് എന്ന് നമ്മൾ എല്ലാവരും അറിയപ്പെടുന്ന കടമറ്റത്ത് കത്തനാർ. കത്തനാറിന്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ മരണപ്പെടുകയും അദ്ദേഹത്തെ അന്ന് കടമറ്റം പള്ളിയിലെ വികാരിയച്ഛൻ എടുത്തു വളർത്തുകയും ഒരു വികാരിയച്ഛൻ അറിഞ്ഞിരിക്കേണ്ട എല്ലാ നിയമങ്ങളും സുറിയാനി ഉൾപ്പെടെ നിരവധി ഭാഷകൾ അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് വികാരിയച്ഛന് നിരവധി കന്നുകാലികൾ ഉണ്ടായിരുന്നു. അതിനെ മേയ്ക്കലും മറ്റും പൗലോസ് ആയിരുന്നു. ഒരിക്കൽ പശുക്കളെ മേയ്ക്കുന്നതിനിടയിൽ ഒരു പശുവിനെ കാണാതാവുകയും അതിനെ അന്വേഷിച്ച് പൗലോസ് കാട്ടിലെത്തുകയും മന്ത്രവാദികളായ കാട്ടുവാസികളുടെ പിടിയിലാവുകയും ചെയ്തു. അവിടെ വെച്ച് കാട്ടുവാസികളുടെ മൂപ്പൻ പൗലോസിന് നിരവധി മന്ത്രവിധികൾ പഠിപ്പിക്കുകയും അങ്ങനെ 12 വർഷത്തോളം കാട്ടുവാസികളുടെ കയ്യിലായിരുന്ന പൗലോസ് രക്ഷപ്പെടുകയും നാട്ടിലെത്തിയ പൗലോസിനെ മെപ്പട്ടക്കാരെല്ലാവരും കത്തനാർ പട്ടം നൽകി എന്നാണ് ഐതിഹ്യം. കടമറ്റം പള്ളിയുടെ കുറച്ച് ഷോട്ടുകളും കൂടെ എടുത്തു. പള്ളിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ടീമിനെയും എടുത്തു. കടമറ്റം പള്ളിയുടെ ഒരു വൈഡ് ഷോട്ടും എടുത്തു. റോഡിനോട് ചേർന്ന് ഒരു ചാപ്പലുണ്ട്. അതിലും മെഴുകുതിരികൾ തെളിഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ കുരിശുപള്ളിയും ആ ദൃശ്യങ്ങളും പകർത്തി. ഒട്ടേറെ തീർത്ഥാടകർ വരുന്ന പള്ളിയായിട്ടും ഒരു ചെറിയ ബോർഡാണ് പള്ളിയിലേക്ക് കടക്കുന്ന റോഡിലുള്ളത്. അങ്ങനെ അതും ചിന്തിച്ചിരിക്കുമ്പോഴേക്കും ജോളിച്ചായൻ കാറുമായി എത്തി. കടമറ്റം പള്ളിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഇത്ര സമയമായപ്പോഴേക്കും ഞങ്ങൾക്ക് കടുത്ത വിശപ്പ് തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പോകുന്ന വഴി എന്തെങ്കിലും നല്ല വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് കണ്ടാൽ അവിടെ കയറാൻ ജോളിച്ചാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആവോലി എന്ന വിചിത്രമായ പേരുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങി. പുതിയൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് മനസ്സിലായി. ആവോലി എന്ന് പറഞ്ഞാൽ ഒരു മത്സ്യവും ഉണ്ടല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. ഇനി നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. ഇടുക്കി ജില്ലയിലെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാൻ. ആ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകൾ എത്തുന്നതും കാത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മൾ യാത്ര തുടരുകയാണ്. കൊച്ചി മെട്രോയും കോലഞ്ചേരിയും കടമറ്റം പള്ളിയും അങ്ങനെ ഏതാണ്ട് എറണാകുളം ജില്ലയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ഇപ്പോൾ ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം കാണാം. ചെറിയൊരു വെള്ളച്ചാട്ടമാണത്. നമ്മൾ പോകുന്ന വഴിയായതിനാൽ ഒന്ന് കയറാമെന്ന് ജോളിച്ചായം പറഞ്ഞു. എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. അങ്ങനെ തൊമ്മൻകുത്ത് ലക്ഷ്യമാക്കി നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിയെ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം വന്നത് പൈനാപ്പിൾ കൃഷിയാണ്. വിശാലമായ സ്ഥലം മുഴുവൻ പൈനാപ്പിൾ കൃഷി ചെയ്തിരിക്കുന്നു. അതിമനോഹരമായൊരു കാഴ്ച. ഞാൻ അവിടെ ഇറങ്ങി അതിന് ദൃശ്യങ്ങൾ പകർത്തി. വിളവെടുപ്പ് ആയിട്ടില്ല, എങ്കിലും മനോഹരമായ ഒരു കാഴ്ച. അതിനെ കുറച്ച് ഷോട്ടുകളെടുത്ത് കാറിൽ കയറി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് ഇടുക്കിയുടെ ഗ്രാമപ്രദേശങ്ങൾ മുഴുവൻ. മൂന്നാറും വാഗമണ്ണും കാണാൻ വരുന്നവരെല്ലാം ഇടുക്കിയിലെ ഗ്രാമങ്ങൾ കൂടെ സന്ദർശിക്കണം. മൂന്നാറിൽ മാത്രമല്ല കാഴ്ചകൾ. ഇടുക്കിയിലും കോട്ടയത്തും റബ്ബറാണ് ഭൂരിപക്ഷം കൃഷിയെങ്കിൽ ഇടുക്കിയിലെ ചില ഗ്രാമപ്രദേശങ്ങളിൽ അത് പൈനാപ്പിളാണ്. പൈനാപ്പിളിന് പുറമെ റംബൂട്ടാനും ബട്ടറും, ബട്ടർ എന്ന് വെച്ചാൽ നമ്മുടെ അവക്കാഡോ. ഇതിൽ ഏറ്റവും രസം റംബൂട്ടാന്റെ കൃഷിയാണ്. റംബൂട്ടാൻ പാകമാകുമ്പോഴേക്കും ആ മരം മുഴുവനും വല കൊണ്ട് മൂടും. കാരണം നമ്മുടെ വവ്വാലുകളെ പേടിച്ചാണ്.
വവ്വാലുകളുടെ ഇഷ്ടഫലമാണല്ലോ റംബൂട്ടാൻ. പോകുന്ന വഴിയെല്ലാം വനം സ്വഭാവത്തിലാണ്. റോഡിന് ഇരുവശവും മാനമുട്ടെ മരങ്ങൾ, കുറ്റിക്കാടുകൾ. ശരിക്കും ഒരു വനത്തിലൂടെയാണ് യാത്രയെന്ന് നമുക്ക് തോന്നിപ്പോകും. ചെറുതായ വെള്ളച്ചാട്ടങ്ങളെല്ലാം നമ്മൾ പോകുന്ന വഴിയേ ഉണ്ട്. വനത്താൽ ചുറ്റപ്പെട്ട റോഡ്, അതിൽ ഗ്രീൻ ബെൽറ്റ് പോലെ തുടർച്ചയായി മരങ്ങൾ. പ്രകൃതിയുടെ പച്ചപ്പ് പൂർണ്ണമായി ആസ്വദിക്കാൻ ഇടുക്കിയാണ് നല്ലത് എന്ന് നമുക്ക് തോന്നിപ്പോകും. നിരവധി സഞ്ചാരികൾ സഞ്ചരിക്കുന്ന പാതയാണെങ്കിലും ചിലയിടങ്ങളിലെല്ലാം റോഡിൽ ടാറില്ല. പിന്നെയും കാഴ്ചകൾ വ്യത്യസ്തമല്ല. യാത്രയുടെ ദൂരം കൂടുന്തോറും പ്രകൃതിക്ക് മാറ്റമില്ല. ചിലയിടത്ത് കുറ്റിക്കാടുകൾ റോഡിനെ മൂടിയിരിക്കുന്നു. വഴി തെറ്റിയുവെന്നായി ഞങ്ങൾ. വാഹനങ്ങൾ കുറഞ്ഞു. വഴി ചോദിക്കാൻ മനുഷ്യരാരും ഇല്ലതാനും. ഗൂഗിൾ മാപ്പിടാനായി ഫോൺ എടുത്തപ്പോൾ നെറ്റ്വർക്ക് 10 കിലോമീറ്റർ അപ്പുറം ഫോണിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നു. വരുന്നത് വരട്ടെ എന്ന ചിന്തയിൽ ജോളിച്ചായൻ കാറ് മുന്നോട്ട് പായിക്കുകയാണ്. കാടി നടുവിലൂടെ ഒരു ചീറ്റ എന്നോണം കാറ് കുതിക്കുകയാണ്. ഇല്ല, ജോളിച്ചായന് വഴി തെറ്റിയിട്ടില്ല. റോഡ് ഇത് തന്നെയാണ്. സൂചനാ ബോർഡ് കണ്ടു. ഭാഗ്യം. അങ്ങനെ കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ കുത്തിയൊഴുകുന്ന ഒരു പുഴ കണ്ടു. ചെറിയ ഒരു പാലവും. ഇനിയൊരു മഴ പെയ്താൽ ചിലപ്പോൾ പാലവും കടന്ന് വെള്ളം ഒഴുകാം. തിരികെ വരുമ്പോൾ പാലം ഉണ്ടാകുമോ എന്നായി ഞങ്ങൾ. ആ പാലവും കടന്ന് നമ്മൾ മറുകരയിലെത്തി. മറുകരയിൽ ആദ്യം നമ്മളെയൊക്കെ സ്വീകരിക്കാനും നമ്മുടെ കാഴ്ചകളിലേക്ക് ആദ്യം എത്തുന്നതും മലകളാണ്. വനം സ്വഭാവത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം കുറഞ്ഞു. ജനവാസ ഏരിയയിലേക്ക് നമ്മൾ അടുത്തു. നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. ഇവിടെയും നിരപ്പായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞ കൃഷികളുണ്ട്. നിരപ്പായ ഭൂമിയെ വെറുതെ അങ്ങനെ ഇട്ടേക്കാൻ ഇടുക്കിയിലെ ഗ്രാമപ്രദേശങ്ങളിലെ മനുഷ്യർക്ക് ഇഷ്ടമല്ല എന്ന് അവർ ആ കൃഷികളിലൂടെ നമ്മളെ കാണിക്കുന്നുണ്ട്. 1 സെന്റ് ഭൂമിയാണെങ്കിലും അതിൽ കൊള്ളുന്ന വർഗം അവർ കൃഷി ചെയ്യുന്നു. ഇവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ നെറ്റ്വർക്ക് തിരികെ എത്തി. തൊമ്മൻകുത്തിലേക്ക് അധികം ദൂരമില്ലെന്നറിഞ്ഞു. മലയുടെ ദൃശ്യങ്ങളെല്ലാം ഇവിടെ നിന്ന് വ്യക്തമായി കാണാൻ ആവുന്നുണ്ട്. മലകൾ എന്ന് പറയാനാകില്ല, മാനം മുട്ടും വിധത്തിലുള്ള പർവ്വതങ്ങളാണ്. പച്ചപുതച്ച പർവ്വതങ്ങൾ, കിലോമീറ്ററോളം ഉയരമുള്ള ഭീമാകാരമായ മലകൾ. അങ്ങനെ നമ്മൾ തൊമ്മൻകുത്തിലെത്തി. ഇതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഒരു ചെറിയ പാറയും തുരന്ന് വെള്ളം അങ്ങനെ കുത്തി ഒഴുകുകയാണ്. ഞാൻ അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങൾ എടുത്തു. ഇരുവശവും കാടുകളാണ്. കാട്ടിന് നടുവിലൂടെ ഒരു വെള്ളച്ചാട്ടവും കടന്ന് പുഴ ഒഴുകുകയാണ്. നമ്മുടെ ടീമിൽ ഉള്ളവരുടെ കുറച്ച് ഷോട്ടുകൾ എടുത്തു. വെള്ളച്ചാട്ടം പശ്ചാത്തലമാക്കിയായിരുന്നു ആ ഷോട്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ തന്നെ ഒരു ചാപ്പലുണ്ട്. ഒരു മ്യൂസിയവും പാർക്കുമുണ്ട്. പോലീസിൻ്റെയും പഞ്ചായത്തിൻ്റെയും വാണിംഗ് ബോർഡുകൾ ഉണ്ട്. തൊമ്മൻകുത്ത് നിന്ന് പ്ലാസ്റ്റിക് വിമുക്ത ഗ്രാമമാണ്. ജോളിച്ചായനും ടീമും ആഘോഷത്തിലാണ്. ഇത്രയും ദൂരം സഞ്ചരിച്ചാലും ഇവിടെ എത്തിയെന്ന ചിന്തയിലാണ് ജോളിച്ചായൻ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. ഇവിടെ വേലിക്കപ്പുറത്ത് ഒരു ദേവീ പ്രതിഷ്ഠയുണ്ട്. ശാന്തിക്കാട് ദേവീ പ്രതിഷ്ഠയാണത്. അങ്ങനെ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ഏതാണ്ട് കാഴ്ചകളെല്ലാം നമ്മൾ പകർത്തി. ഇനി പോകാം എന്നായി. 4 മണിക്കാണ് ബസ്. അതിനു മുന്നേ വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും കാണേണ്ടതുണ്ട്. അങ്ങനെ കാറിൽ കയറി നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മളിനി പോകുന്നതും ഒരു വെള്ളച്ചാട്ടം കാണാൻ തന്നെയാണ്. അത് തൊമ്മൻകുത്തിലെ പോലെയല്ല, കുറച്ചും കൂടെ വിശാലമായതും വലിയ വെള്ളച്ചാട്ടവുമാണ്. അങ്ങോട്ടുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. ഇടുക്കിയിലെ ഗ്രാമപ്രദേശങ്ങളും തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടവും കണ്ട് നമ്മൾ ഇടുക്കിയിലൂടെയുള്ള യാത്ര തുടരുകയാണ്. നമ്മളിനി പോകുന്നതും മറ്റൊരു വെള്ളച്ചാട്ടം കാണാൻ തന്നെയാണ്. അത് വാഗമണ്ണിനടുത്ത് പുള്ളിക്കാനം എന്ന സ്ഥലത്താണ്. നമ്മൾ തൊമ്മൻകുത്തിലെ വെള്ളച്ചാട്ടം കണ്ടു. അതിലും മികച്ച ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് പുള്ളിക്കാനം. പോകുന്ന വഴികളെല്ലാം ഒന്നിനൊന്ന് സുന്ദരമാണ്. വയലും തോടും പുഴയും അങ്ങനെ പ്രകൃതി തന്നെ പച്ചയിൽ പുതച്ച് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു ഇരട്ട വെള്ളച്ചാട്ടമാണ്. തൊമ്മൻകുത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ട അതേ കാഴ്ച തന്നെയാണ് പോകുന്ന വഴിയെല്ലാം. ഇരുവശത്തും മാനമുട്ടയുള്ള മരങ്ങൾ, കുറ്റിക്കാടുകൾ, കാടിന് നടുവിലൂടെ വളഞ്ഞും പുളഞ്ഞും പാതകൾ, റബ്ബർ മരങ്ങളാൽ തിങ്ങി നിൽക്കുന്ന ഏക്കർ കണക്കിന് തോട്ടങ്ങൾ, വാഴ, പൈനാപ്പിൾ, റംബൂട്ടാൻ, അവക്കാഡോ, അങ്ങനെ ഇടുക്കിയിലെ തനത് കൃഷികൾ. ഓരോ ഗ്രാമം തുടങ്ങുന്നത് തന്നെ ഓരോ കൃഷിയിലാണ്. നമ്മൾ പറഞ്ഞതുപോലെ അത് പൈനാപ്പിൾ ആകാം, റംബൂട്ടാനാകാം, അല്ലെങ്കിൽ അവക്കാഡോ ആകാം. ചിലത് വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നു.
മറ്റു ചിലത് കായായും ചെടിയായും നിൽക്കുന്നു. സുന്ദരമായ തിരക്ക് കുറഞ്ഞ പാതകൾ, ഗ്രീൻ ബെൽറ്റ് പോലെ മരങ്ങൾ കിലോമീറ്ററോളം റോഡിന് ഒരു സംരക്ഷണ ഭിത്തി എന്നോണം നിൽക്കുകയാണ്. നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത അനുഭൂതിയല്ല ഇപ്പോൾ. മനോഹരമായ പാതകൾ യാത്രയെ കൂടുതൽ എളുപ്പമാക്കുന്നു. ഇടുക്കിയിലെ പല കാഴ്ചകളും നമ്മുടെ കണ്ണുകളെ കുളിരണിയിക്കും. അത് പ്രകൃതിയുടെ രൂപമാറ്റങ്ങൾ കണ്ടാണ്. മാനമുട്ടെ ഉയർന്നു നിൽക്കുന്ന മലകൾ, മലകളെ തലോടി താഴേക്കൊഴുകുന്ന നീരുറവകൾ, കണ്ടാലും കണ്ടാലും മതിവരാത്തത്ര കാഴ്ചകൾ ഇടുക്കിയിൽ ഓരോ സഞ്ചാരിയെയും കാത്തിരിപ്പുണ്ട്. സമയം 11:30 അടുക്കുന്നു. പുള്ളിക്കാനത്തെ കാഴ്ചകളും വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും കണ്ട് വൈകിട്ട് 4 മുമ്പ് മൂവാറ്റുപുഴയിൽ എത്തേണ്ടതുണ്ട്. അതിനാൽ കാഴ്ചകൾ അത്രയും കുറഞ്ഞ സമയത്തിനകം കണ്ട് തീർക്കേണ്ടതുമുണ്ട്. ജോളിച്ചായൻ കാറിനെ കുതിപ്പിക്കുകയാണ്. പറഞ്ഞ സമയത്തിനകം കാഴ്ചകളെല്ലാം കണ്ട് തിരികെ കൃത്യസമയത്ത് എത്തിക്കാമെന്ന് ജോളിച്ചായൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രത്യേക നീളത്തിൽ വളരുന്ന മരങ്ങൾ ചിലയിടത്ത് കവാടമെന്നോണം നിൽക്കുന്നത് മറ്റൊരു കാഴ്ച. ഞങ്ങൾ പുള്ളിക്കാനത്തേക്ക് അടുക്കുകയാണ്. കൊച്ചി കണ്ട് മെട്രോയിലും കയറി മറൈൻ ഡ്രൈവും വാട്ടർ മെട്രോയിലും കടമറ്റം പള്ളിയും കണ്ട് തിരികെ പോകാമെന്ന ഞങ്ങളുടെ ചിന്തകളെ മാറ്റിയെഴുതി അത് വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയുമായി തിരുത്തിയത് ആര്യയുടെ പപ്പ ജോളിച്ചായനും മമ്മിയുമാണ്. ഹൈറേഞ്ചിലെ കാഴ്ചകൾ മനോഹാരിത കുറയാതെ പകർത്തണമെന്ന ഉദ്ദേശം എന്നിൽ കൂടുതൽ ഉന്മേഷം നൽകുന്നു. ഏക്കർ കണക്കിന് വരുന്ന കുന്നുകളിൽ പൈനാപ്പിളിൻ്റെ ബാഹുല്യം ആരെയും അത്ഭുതപ്പെടുത്തും. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലേക്കും UAE, സൗദി, ഒമാൻ എന്നീ രാജ്യങ്ങളിലേക്കും ഇവിടെ നിന്ന് പൈനാപ്പിൾ കയറ്റുമതിയുണ്ട്. മെയിൻ റോഡിൽ നിന്നും വീതി കുറഞ്ഞ മറ്റൊരു റോഡിലേക്ക് ഞങ്ങൾ കയറി. ഒരു വശം കുറ്റിക്കാടുകളാൽ ഭിത്തിയാണെങ്കിൽ മറ്റൊരു വശം അഗാധമായ താഴ്ചയാണ്. സമുദ്രനിരപ്പിൽ നിന്നും നമ്മൾ 1600 മീറ്റർ ഉയരത്തിലാണ്, അതായത് ഏകദേശം 3609 അടി ഉയരത്തിൽ. മനോഹരമായ ആ പാതകളും കടന്ന് നമ്മൾ പുള്ളിക്കാനത്തെ ഇരട്ട വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരേ ദിശയിൽ വ്യത്യസ്ത ഉയരത്തിൽ 2 വെള്ളച്ചാട്ടങ്ങൾ. മനോഹരമായ ഒരു കാഴ്ച. വാഗമണ്ണിലെത്തുന്ന സഞ്ചാരികൾ പുള്ളിക്കാനവും കണ്ടാണ് പൊതുവെ മടങ്ങാറ്. നമ്മുടെ ടീമും പാറകൾക്കരികിലൂടെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കാതടിയും ശബ്ദത്താൽ ഭൂമിയെ ലക്ഷ്യമാക്കി പാലരുവിയെന്നോണം വെള്ളം താഴേക്ക് കുതിക്കുകയാണ്. തൊമ്മൻകുത്തിലെ നിബന്ധനകളും മറ്റും പുള്ളിക്കാനത്ത് നമുക്ക് കാണാൻ കഴിയില്ല. സഞ്ചാരികൾ വെള്ളച്ചാട്ടത്തിന് താഴെ മറ്റൊരു ലോകം കാണുകയാണ്. നമ്മുടെ ടീമിലുള്ളവരും റീലിനായുള്ള നിൽപ്പിലാണ്. എവിടെ നിന്ന് തുടങ്ങുമെന്ന ചിന്തയിലാണ് ആര്യ. മറ്റുള്ളവർ യാത്രയുടെ ക്ഷീണത്തെ ഇറക്കി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിമനോഹരമായ കാഴ്ച. 1-ാം വെള്ളച്ചാട്ടത്തെക്കാളും എനിക്ക് കാഴ്ചകൾ തന്നത് 2-ാമത്തെ വെള്ളച്ചാട്ടമാണ്. അതിൻ്റെ ഉയരവും ഭംഗിയും എത്ര പകർത്തിയാലും മതിവരില്ലെന്ന് തോന്നിപ്പോകും നമുക്ക്. ഷൂവും സോക്സും നനയുമെന്നതിനാൽ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ സങ്കടം ദൃശ്യങ്ങളിലൂടെ ഞാൻ മാറ്റി. 30 മിനിറ്റോളം അവിടെ ചിലവഴിച്ച് നമ്മൾ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾ വാഗമണ്ണും പിന്നിട്ട് ഇലവിഴ പൂഞ്ചിറയും കാണേണ്ടതുണ്ട്. ആ കാഴ്ചകളിലേക്ക് യാത്ര തുടർന്നു. നമ്മൾ ഇടുക്കിയിലാണ്. പുള്ളിക്കാനത്തെ ഇരട്ട വെള്ളച്ചാട്ടവും സന്ദർശിച്ച് നമ്മളിപ്പോൾ കോട്ടയം ഇടുക്കി അതിർത്തിയിലാണ്. ഇനി നമ്മൾ പോകുന്നത് വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും കാണാനാണ്. സമയം നമുക്ക് പ്രതികൂലമാണെങ്കിലും കുറച്ച് ദൃശ്യങ്ങളെങ്കിലും പകർത്തേണ്ടതുണ്ട്. പുള്ളിക്കാനം വരെ എത്തി വാഗമൺ കണ്ടില്ലെങ്കിൽ അതൊരു പക്ഷേ ഈ യാത്രയുടെ കനത്ത നഷ്ടമായിരിക്കാം. അങ്ങനെ വാഗമണ്ണിലേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് കാഴ്ചയിൽ അത്രയും. പർവ്വത സമാനമായ ആ മലകൾക്ക് മുകളിലൂടെയാണ് നമ്മുടെ സഞ്ചാരമിനി. അഗാധമായ താഴ്ചയാണ് പാതയുടെ ഒരു വശം. മറ്റൊരു വശം പാറകളും കുറ്റിക്കാടുകളുമാണ്. ഓളം പകർന്നു വന്ന് ചിതറിക്കിടക്കുന്ന പൈൻ വനങ്ങൾ. വളഞ്ഞിടുങ്ങിയ പാതയിൽ കയറുമ്പോൾ അന്തരീക്ഷത്തിൽ ഒരു ചിത്രകാരൻ വരച്ച ക്യാൻവാസ് പോലെ പച്ചയും നീലയും നിറത്തിൽ പ്രകൃതിയുടെ സുന്ദര രൂപം. ഇടവേളകളിൽ ചായ കുടിക്കാനുള്ള ചെറിയ ചായക്കടകൾ. പലയിടങ്ങളിലും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും വാഗമണ്ണിലെത്തുന്ന ഓരോ യാത്രയ്ക്കും
മനസ്സിൽ പുതുമയുണ്ടാകും. കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ടയും ഇടുക്കിയുടെ അമൂല്യമായ ഭൂപ്രദേശങ്ങളും കൊണ്ടുള്ള ഒരു മലനഗരമാണ് വാഗമൺ. മലയാള സിനിമകളുടെ പ്രിയപ്പെട്ട ലൊക്കേഷനും നാഷണൽ ജിയോഗ്രഫിക് ചാനലിൻ്റെ ട്രാവലർ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഈ പ്രദേശം പ്രകൃതിയിൽ നിന്നും നല്ല ശുദ്ധവായു നമുക്ക് നൽകുന്നു. പ്രകൃതിയുടെ വാത്സല്യത്തിൽ ഓരോ യാത്രക്കാരനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചിട്ടപ്പെടുത്തേണ്ടിയ സ്ഥലങ്ങളാണ് വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയും. ജീവിതത്തിലെ തിരക്കിലും കരുത്തുമുറഞ്ഞ സമയങ്ങളിലും ഈ മലയുടെ മൗനവും ഈ പുൽമേടുകളുടെ വെളിച്ചവും ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ട ഒന്നാണ്. നമ്മൾ വാഗമണ്ണിലേക്ക് അടുക്കുന്നു. എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളും ലയങ്ങളും അങ്ങനെ പാർപ്പിടങ്ങളുടെ വ്യത്യസ്ത ഭാവങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്നും നമ്മൾ 1100 മീറ്റർ ഉയരത്തിലാണ്, അതായത് ഏകദേശം 3650 അടി ഉയരത്തിൽ. പലയിടങ്ങളിലായി വ്യൂ പോയിന്റുകൾ, അവിടെയെല്ലാം പെട്ടിക്കടകൾ, അതിൽ ചായയും നൂഡിൽസും മറ്റു പാനീയങ്ങളും വിൽക്കുന്നു. മലവീതി കയറി ഇടുക്കിയുടെ കാൽവയറ്റിലെത്തുമ്പോൾ ഒറ്റനോട്ടത്തിൽ മനസ്സ് പിടിച്ചു പറ്റുന്ന ഒരു പ്രകൃതിരമ്യ സ്ഥലം. പൈനിൻ്റെ മിഴിവിലും കാറ്റിൻ്റെ താളത്തിലും കുളിർമഞ്ഞിൽ നിറഞ്ഞ പുൽമേടുകളുമാണ് ഇവിടുത്തെ സൗന്ദര്യത്തിൻ്റെ ഹൃദയസ്പന്ദനം. മഞ്ഞു പടർന്ന പൈൻ വനങ്ങൾ, പുകഞ്ഞു കയറിയ തോട്ടംപാട് പോലെ പകലും രാത്രിയും മുഖം മാറുന്ന പ്രകൃതിയുടെ വർണ്ണരംഗമാണ് വാഗമണ്ണിൽ എവിടെയും. വാഗമണ്ണിലെ ഓരോ പ്രദേശങ്ങളും വ്യത്യസ്ത കാഴ്ചയാണ് ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുക. അതിൽ ഏറ്റവും മികച്ചത് പൈൻമരങ്ങളുടെ സാന്നിധ്യമാണ്. മൊട്ടക്കുന്നുകളും കിലോമീറ്ററോളം താഴ്ചയുള്ള ഭൂപ്രദേശങ്ങളും കാഴ്ചകളുടെ സൽക്കാരം തന്നെ നമുക്ക് നൽകുന്നു. കലശമായ തണുപ്പാണ് ഇവിടെ. തണുപ്പ് മതിയാവുന്നത് പോലെ തോന്നും. ജീവിതത്തിലെ ഉണർവുകളും അകത്തു നിറഞ്ഞ് ഉദിക്കുകയാണ് ഈ ഇടങ്ങളിൽ. മനസ്സിനെ സ്നേഹത്താൽ പൂശുന്ന പ്രകൃതിയിലെ വർണ്ണങ്ങൾ കിണർ പോലെ എന്നും പുതുമ നൽകുന്നു. ഒരു ചെറിയ വളവും കയറ്റവും കടന്ന് ഞങ്ങൾ മുകളിലെത്തി. പൈനിൻ്റെ പച്ചപ്പണഞ്ഞ കരിമ്പാറകൾ നോക്കത്ത ഉയരത്തിൽ പടർന്നു കിടക്കുന്നു. വാഗമൺ ടൂറിസം മാപ്പിൽ സ്ഥാനം പിടിച്ചു സഞ്ചാരികളെ ആകർഷിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലം ആയിട്ടില്ല. പ്രധാനമായും വാഗമണ്ണിലേക്കുള്ള ആദ്യ റോഡ് 1939 ഈരാറ്റുപേട്ടയിലേക്ക് വെട്ടിയുണ്ടാക്കി. എന്നാൽ കൂടുതൽ സഞ്ചാരികളെത്തി വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രമായി പ്രശസ്തി നേടാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ്. വാഗമണ്ണിൽ വിനോദസഞ്ചാര സൗകര്യങ്ങൾ, ടൂറിസം പദ്ധതികൾ വ്യാപകമായി നടപ്പാക്കാൻ തുടങ്ങിയതും കഴിഞ്ഞ 20-25 വർഷത്തിനുള്ളിലാണ്, അതായത് ഏകദേശം 2000 ആണ്ടിൽ. പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലും ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ വികസനങ്ങളും 2000-ൽ തുടങ്ങിയതോടെ വാഗമൺ അന്തർദേശീയ ടൂറിസം മാപ്പിൽ ഇടം പിടിച്ചു. ചുരുക്കത്തിൽ കൂടുതൽ വലിയ തോതിൽ സഞ്ചാരികൾ വാഗമണ്ണിൽ എത്താൻ തുടങ്ങിയത് 25 വർഷങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ വാഗമണ്ണിൻ്റെ ചരിത്രത്തിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇലവിഴ പൂഞ്ചിറയിലേക്ക് കടക്കുകയാണ്. കോട്ടയം ജില്ലയിലെ മേലുക്കാവ് വില്ലേജിൽ കാഞ്ഞാറിനടുത്താണ് ഇലവിഴ പൂഞ്ചിറ. വാഗമണ്ണിനോട് ചേർന്നിരിക്കുന്ന മറ്റൊരു അപൂർവ ആസ്വാദ്യ ഭൂമി. 6 മലകൾ ചേർന്ന് വളയം വരച്ച ഇലവിഴ പൂഞ്ചിറ പുൽമേടുകളിൽ വേനലും മഴയും കാറ്റും കുളിർമഞ്ഞും ചേർന്ന് വിലസുന്ന ഏകാന്ത പ്രകൃതിയുടെ മധുരകാവ്യമാണ് ഇവിടെ. മഴയുടെ പാട്ട് ആലപിക്കുന്ന കാട്ടുകിളികൾ, പുൽമേടുകളിലകത്ത് വീണൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ താളം. അങ്ങനെ ഇലവിഴ പൂഞ്ചിറയ്ക്ക് സമീപം നമ്മളെത്തി. തേയിലകൾ നിറഞ്ഞ സുന്ദരമായ കുന്നുകൾ, കുന്നുകൾക്കിടയിൽ തേയില നുള്ളുന്ന തൊഴിലാളികളുടെ ലയങ്ങൾ, മനോഹരമായ കാഴ്ചകൾ, മറ്റൊരു മനോഹര വീട്, തേയിലത്തോട്ടങ്ങൾ നോക്കി നടത്തുന്ന മാനേജർമാരുടെയോ മറ്റോ ആണ്. സുന്ദരമായ ഭൂമി, നോക്കത്താ ദൂരത്തിൽ തേയില അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. ഇതിലും പ്രകൃതിരമ്യമായ സ്ഥലങ്ങൾ മുമ്പോട്ടുണ്ട്. പോകുന്ന വഴിയെല്ലാം അതിസുന്ദരമാണ്. കാറ്റിൻ്റെ താളത്തിലാണ് ഇലവിഴ പൂഞ്ചിറയുടെ ജീവിതം. മ്ലാവുകൂട്ടം പോലെയും മഴക്കാലത്തെ പുഴയുടെ ഒഴുക്കുപോലെയും ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന്. മഞ്ഞു പടർന്നു പരക്കുന്ന ഓരോ പുൽമേറ്റിലും ജീവന്റെ സാന്നിധ്യം കാണാം. രേഖാരേഖകളായ പാതയിൽ സൂര്യൻ നിലാവടിക്കുന്ന ഭാവങ്ങൾ, എല്ലാം ആസ്വാദ്യമായ ഭൂമി. സഭ്യമായ ജീവിതം തിരക്കുകളും തിരക്കിലും മുങ്ങിപ്പോകുന്ന അസ്വസ്ഥതകളുമാണ് എന്നറിഞ്ഞവരാണ്
ചെറുയാത്രകൾക്കിടയിൽ ഇങ്ങോട്ട് ചെന്ന് കടന്നു വരുന്നത്. നൂറ്റാണ്ടുകളുടെ പ്രതിസ്മരണങ്ങളിൽ ഈയിടങ്ങളിൽ പ്രകൃതിയെ വായിക്കാൻ, പഠിക്കാൻ മലയും പുൽമേടും കാറ്റും മഞ്ഞും ചേർന്ന് നമ്മെ കവിതയാക്കി കൊണ്ടുപോകും. അങ്ങനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കടന്ന് നമ്മൾ കാഴ്ചകളിലേക്ക് യാത്ര തുടരുകയാണ്. ഇവിടെയെല്ലാം തേയില ഫാക്ടറികളും ബംഗ്ലാവുകളും എസ്റ്റേറ്റുകളുമാണ്. ഭൂമിയിലെ പ്രകൃതിയുടെ സ്വർഗം വാഗമണ്ണും ഇലവിഴ പൂഞ്ചിറയുമാണെന്ന് തോന്നിപ്പോകാം നമുക്ക്. പച്ചപ്പിനാൽ തിളക്കമൂറുന്ന കുറ്റിക്കാടുകൾക്കിടയിലൂടെ മറ്റ് സഞ്ചാര കേന്ദ്രങ്ങൾ തേടിയാണ് ജോളിച്ചായൻ്റെ ഡ്രൈവിംഗ്. ഏക്കർ കണക്കിന് തേയിലത്തോട്ടങ്ങൾ, അതിൽ മേച്ചു നടക്കുന്ന നാക്കാലികൾ. അങ്ങനെ ഒരിടത്ത് വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ടീമിലുള്ളവർ പ്രകൃതിയുടെ അദ്ഭുത ലോകത്താണ്. അവർ റീലായും ചിത്രങ്ങളായും ഈ സുന്ദരഭൂമിയെ അടയാളപ്പെടുത്തുകയാണ്. അകലെ ഒരു ചർച്ച് കാണാം. ആ ചർച്ചിന് മുന്നിലൂടെയാണ് കുറച്ചു മുമ്പ് നമ്മൾ യാത്ര ചെയ്തത്. ഫസീലയും ദിവ്യയും അകലെ കാണുന്ന നീരുറവയെക്കുറിച്ചാണ് സംസാരം. ഇത്രയും മനോഹര സഞ്ചാര കേന്ദ്രം കേരളത്തിലാണെന്ന ഒരു അഹങ്കാരമെന്നോണം നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാം. ജോളിച്ചായനും കുടുംബവും, നീതിയും ഫസീലയും ദിവ്യയും അങ്ങനെ സെൽഫി എടുക്കുന്ന ആരെയും റീലിനായുള്ള ഒരുക്കത്തിലാണ്. സിനിമകളിലും ചിത്രങ്ങളിലും കണ്ട അനുഭൂതിയായ ദൃശ്യങ്ങൾ മതിവരുവോളം ഞാൻ ക്യാമറ കണ്ണിലാക്കി. 74 കിലോമീറ്ററാണ് ഇവിടെ നിന്നും മൂന്നാറിലേക്ക്. തോട്ടങ്ങൾക്കിടയിലൂടെ വളഞ്ഞു പുളഞ്ഞു വരുന്ന പാതകൾ. തിരികെ നമ്മൾ പുള്ളിക്കാനമെത്തി. പുള്ളിക്കാനത്തുമുണ്ട് മനോഹരമായ കാഴ്ചകൾ. പല സിനിമകൾക്കും ലൊക്കേഷനായ സ്ഥലമാണ് പുള്ളിക്കാനം. അങ്ങനെ വാഗമണ്ണും ഇലവീഴ പൂഞ്ചിറയും പുള്ളിക്കാനവും കണ്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് തിരിക്കുകയാണ്. മൂവാറ്റുപുഴയിൽ 4 മുമ്പ് എത്തേണ്ടതുണ്ട്. ഇപ്പോൾ സമയം 2:30. ഭക്ഷണം കഴിക്കണം, വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇടുക്കിയോടും കോട്ടയത്തോടും യാത്ര ചോദിച്ച് നമ്മൾ മൂവാറ്റുപുഴ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. യാത്ര കഴിഞ്ഞാലും അവിടുത്തെ മഴ, കാറ്റ്, പച്ചപ്പ്, മഞ്ഞ് അങ്ങനെ എല്ലാം സ്വന്തമാവും. ജീവിതത്തിന് പുറത്ത് വേറൊരു കവിതയുടെ ലോകം അത്ര വിദൂരമല്ലെന്ന് ഈ ഭൂമിയിലെ സ്ഥിരം സഞ്ചാരി മനസ്സിലാക്കും.